നാടിന്റെ വികസനത്തിനായി പൂർണ്ണ സഹായം നൽകിയ നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് ശരിയാണോ? ശരിയല്ല എന്ന് തന്നെയാകും എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ അങ്ങനെ നാടിന്റെ വികസനത്തിനായി സഹായം നൽകി ദുരിതത്തിലായി കുറേ കുടുംബങ്ങളുണ്ട് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്നത്. പുതിയ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എയർപോർട്ട് അതോറിറ്റിയുടെ NOC ഇല്ലാതെ വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് കൊണ്ടോട്ടി നഗരസഭ വിശദീകരിക്കുന്നത്. വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന വീടും സ്ഥലവുമെല്ലാം വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണത്തിനായി വിട്ടു നൽകി. നഷ്ടപരിഹാരമായി ലഭിച്ച പണം കൊണ്ട് പുതിയ സ്ഥലം വാങ്ങി വീട് വെക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി. വിമാനത്താവളത്തിന്റെ പരിസരങ്ങളിൽ വീടും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റിയുടെ അനുമതി പത്രം വേണം. പലരും അനുമതി ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ NOC ആവശ്യം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഇരകളാണ്. കാരണം ഭൂമി വിട്ടുകൊടുത്തു 6-7 മാസമായിപ്പോൾ ഞാൻ NOCക്ക് അപേക്ഷിച്ചിട്ട്. ഇതുവരെ NOC കിട്ടിയില്ല എന്ന് മാത്രമല്ല, വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പാലക്കപ്പറമ്പ്, ചിറയിൽ, പിലാത്തോട്, മേലങ്ങാടി, മുക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് നിലവിൽ 4 മാസമായി കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കുന്നില്ല. വിഷയം ബന്ധപ്പെട്ട അധികാരികളെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് MP E.T. മുഹമ്മദ് ബഷീർ 24നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഗതി ഞാൻ വിശദമായിട്ട് APD ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞോട് യോജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ ട്രോളി അത് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ മേലെ ഇതൊന്നും ഇല്ലാതെ ഈ ടർബോളിൻ ഇപ്പോൾ സംഗതി ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ മേലധികാരി എന്ന നിലയിൽ നിങ്ങൾ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് ഏറ്റിട്ടുണ്ട്. പുതിയ വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ പലരും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങാനാണ് തീരുമാനം. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പൊതുജനം പ്രതികരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ NOC വേണം. ഞങ്ങൾക്ക് NOC ഇതുവരെ കിട്ടിയിട്ടില്ല. വീട് പോയിട്ട് 9 മാസത്തോളമായി. 8 മാസമായി ഞങ്ങൾ ഈ NOCക്ക് കൊടുത്തിട്ട് ഇതുവരെ NOC കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഈ 8-9 മാസം വാടക ചെറിയ മക്കളാണ്. അവർക്ക് പഠിക്കണം, സ്കൂൾ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പെരുവയിലായ പോലെ അയക്കണ്. കുട്ടികളും ഒക്കെ കഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഇടങ്ങാറായി. ഇപ്പം സർക്കാർ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ്. NOC കിട്ടിയെങ്കിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ പറയാണ്. നമ്മൾ ആശങ്ക എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട്, അതായത് 2023 നവംബറിലാണ് ഞങ്ങൾ എയർപോർട്ടിനും വേണ്ടിയിട്ട് വികസനത്തിനും വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തതും വീട് ഒഴിഞ്ഞു കൊടുത്തതൊക്കെ. കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതിയാണ് ഞങ്ങൾ NOCക്ക് അപേക്ഷിച്ചത്. അതിൻ്റെ സ്ലിപ്പാണിത്. 2023 ഡിസംബർ 8-ാം തീയതി. ഈ 8 മാസമായിട്ട് ഞങ്ങൾക്ക് NOC കിട്ടിയില്ല. സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വീട് വെക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. മറ്റൊരു സ്ഥലം എടുത്താണ്ട് അവിടെ വീട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ വീടെടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വീടെടുക്കാൻ പറ്റില്ല. ഇവിടെ NOCൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ അതിന് NOC വേണം. വലിയ തരാന്ന് പറയാൻ, നല്ല വീട് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ അടുത്തുനിന്ന് കിട്ടിയെങ്കിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ചെന്ന് ചോദിക്കുമ്പോൾ അറിയാം അടുത്ത് തരും എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾ കോട്ടയത്തിലെ 5-8 മാസമായി. അപ്പോൾ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അധികൃതർ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരുന്നുണ്ട്. സംസ്ഥാനത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നാണ് ആവശ്യം. കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, ആശങ്ക വേണ്ട. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്.